ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇത് നമ്മുടെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളെ പറ്റിയിട്ടാണ്. ഈ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുന്നത് നമ്മുടെ അച്ചായൻസ് ഗോൾഡിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ചുറ്റമ്പലത്തിനുള്ളിൽ എങ്ങനെ സ്വകാര്യ വ്യക്തിയുടെ ഫ്ലെക്സ് ബോർഡുകൾ വന്ന് ചുറ്റമ്പലത്തിനുള്ളിൽ ഈ അച്ചായൻസ് ഗോൾഡിൻ്റെ ബോർഡ് വന്നാൽ അങ്ങനെ അല്ല, ചുറ്റമ്പലത്തിനുള്ളിൽ ബോർഡ് വെക്കാൻ ഹൈക്കോടതിയിൽ ഓർഡർ ഉള്ളതല്ലേ, ഫ്ലെക്സ് ബോർഡ് വെക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ പരസ്യ ബോർഡിനകത്ത് കയറി അത് നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ഓഫീസല്ലേ, അപ്പോൾ ഈ നിങ്ങൾ അങ്ങനെ തെറ്റുപറ്റുന്ന മാറ്റുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? എന്ത് സ്പോൺസർ ചുറ്റമ്പലത്തിനുള്ളിലോ സ്വകാര്യ വ്യക്തിയുടെ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു സ്പോൺസർ ചെയ്യുന്നു? എന്ത് സ്പോൺസർ? എന്താ നേടിയത്? എന്നിട്ട് എത്ര രൂപയ്ക്ക് സ്പോൺസർ നേടിയത്? എന്താ സ്പോൺസർ ചെയ്ത് ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു? ഫ്ലെക്സ് ബോർഡ് യൂസ് ചെയ്യത്തില്ലെന്ന് അറിയാമല്ലോ. ഫ്ലെക്സ് ബോർഡ് നിരോധിച്ച് കേരളത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ നിരോധിച്ചിട്ടുള്ള കാര്യം അറിയാമോ? ഈ ചുറ്റമ്പലത്തിനുള്ളിൽ ഈ 4 കെട്ട് ഈ ചുറ്റുമതിലിനുള്ളിൽ നിങ്ങൾ എങ്ങനെ ഫ്ലെക്സ് ബോർഡ് വെച്ചത്? കഴിഞ്ഞ കൊല്ലം വെച്ചിട്ട് മാറ്റാത്ത എന്താ? അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭക്തിയാനികൾക്ക് വേണ്ടില്ല, കണ്ടവരെ പരസ്യം വെക്കാനുള്ള സ്ഥലമല്ല. കണ്ടവരുടെ പരസ്യം വെക്കാനുള്ള സ്ഥലമാണോ ക്ഷേത്രം? നിങ്ങൾ തീരെഴുതി കൊടുക്കൂല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാലമ്പലത്തിനുള്ളിലും വെക്കൂലോ. നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറല്ലേ? നിങ്ങളപ്പോൾ 1 വർഷം മുമ്പ് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾ മാറ്റാൻ എന്ത് നടപടി എടുത്തത്? മാറ്റാൻ എന്തെങ്കിലും നടപടി എടുത്തോ? മിണ്ടാത്തതെന്താ? ഫ്ലെക്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. അത് ഈ ക്ഷേത്രത്തിനുള്ളിൽ നിങ്ങൾ പരസ്യ ബോർഡ് വെച്ചിരിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ കേരളത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് എത്ര കിട്ടി? എത്ര രൂപ കിട്ടി? നിങ്ങൾ എത്ര രൂപ മേടിച്ച്? നിങ്ങൾ പണം വാങ്ങാതെ ഈ സാധനം ഇവിടെ ഇരിക്കുമോ? ഈ ക്ഷേത്രത്തിനുള്ളിൽ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യം വന്നു? എത്രമാത്രം ധൈര്യം വന്നു? ഇത് പുറത്തല്ലല്ലോ, ഈ ചുറ്റമ്പലത്തിനുള്ളിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നു. അതും ഭഗവാൻ അവന്റെ താഴെ, പരസ്യ ബോർഡിന്റെ താഴെ, പരസ്യ മുതലാളിയുടെ താഴെ ഭഗവാന്റെ ഫോട്ടോ വെച്ചിരിക്കുക. നിങ്ങൾ തീരെഴുതി കൊടുക്കൂലോ? ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് തൊടാൻ പറ്റുമോ? ഇവിടെ ഭഗവാൻ ഉണ്ടോ? എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമോ? നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ? മാസം ശമ്പളം കിട്ടുന്നുണ്ടോ? മാസം ശമ്പളം കിട്ടുന്നുണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന പേര് വെച്ചിരുന്നാൽ പോരെ. ഈ ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓഫീസർമാരെ നിയമിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ദൂർത്തടിക്കാനും കളക്ടറിന്റെ കാശ് മേടിച്ച് ഇവിടെ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ വേണ്ടിയിട്ടല്ല. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഹൈക്കോടതിയെ കയറ്റി തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. 1 വർഷമായിട്ട് ഇരിക്കുന്നത്, 1 വർഷം മുമ്പ് വെച്ചാണ്. പിന്നെ തന്റെ പണി എന്താണ്? 1 വർഷം മുമ്പ് വെച്ചതാണ്. ഇവിടെ കാര്യങ്ങൾ നേരെ നോക്കി നടത്താൻ വേണ്ടി ഓഫീസർമാരെ വെച്ചിരിക്കുന്നത്. താൻ നന്നായി, തന്റെ കുടുംബം നന്നായി, ഇവിടെ ഉള്ളവന്മാരൊക്കെ നന്നാക്കുകയല്ല വേണ്ടത്. ഈ ഫ്ലെക്സ് ബോർഡ് 24 മണിക്കൂറിൽ നിന്ന് മാറിയില്ലെങ്കിൽ താൻ അറിയും. ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചതിനെ പറ്റി ഒരു ഭക്തൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോട് ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ പറയുന്നതാണെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ ഈ അച്ചായൻസ് ഗോൾഡിൻ്റെ പരസ്യമുള്ള ഈ ഫ്ലെക്സ് ബോർഡ് അമ്പലത്തിനകത്തിരിക്കുന്നു എന്നാണ്. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവ് കാണത്തില്ല. പക്ഷേ ഈ അമ്പലത്തിലിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും മറ്റ് ജോലിക്കാർക്കും ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവുണ്ട്. എന്തായാലും ഇവരെല്ലാം ഇത് കാശ് വാങ്ങി അറിഞ്ഞുകൊണ്ട് തന്നെ വെച്ച ഫ്ലെക്സ് ബോർഡാണ്. ക്ഷേത്രങ്ങളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും ഒന്നും ഫ്ലെക്സ് ബോർഡ് വെച്ച് പരസ്യം ചെയ്യാൻ പാടില്ല എന്നത് ഹൈക്കോടതിയുടെ ഒരു നിബന്ധനയാണ്. അഥവാ വെച്ച് കഴിഞ്ഞാൽ 5000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. ഇതിനെപ്പറ്റി കൃത്യമായ അറിവും ബോധവും ഉള്ളവർ തന്നെയാണ് ഈ അച്ചായൻസ് ഗോൾഡുകാരൻ്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങി അമ്പലത്തിനകത്ത് മൊത്തവും ഫ്ലെക്സ് ബോർഡ് അടുക്കി വെച്ചിരിക്കുന്നത്.